ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യം പൂർണ്ണമായും മാറപ്പെട്ട ഒരു ഇലക്ഷനായിരുന്നു 2024 ഇലക്ഷൻ. ഇലക്ഷന് മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങളും ഇലക്ഷന് ശേഷം ഉണ്ടായിരുന്ന സാഹചര്യങ്ങളും ഈ രണ്ട് സാഹചര്യങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഭാരതം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇന്ത്യയിലെ വോട്ടർമാർക്ക് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സങ്കല്പങ്ങളെ ഇതുപോലെ നിലനിൽക്കുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നൊരു ഘട്ടത്തിൽ നടന്ന ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, അത് ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. സത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡില്ലാത്തൊരു ഇലക്ഷൻ അടുത്ത കാലത്ത്, അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് എല്ലാവരും പറയാറുള്ളത്. പക്ഷേ അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഇലക്ഷനും പാർട്ടികൾക്ക് ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ഫ്രീ ആയിട്ടാണ് ഇലക്ഷൻ നടന്നത്. പക്ഷേ ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലെവൽ പ്ലേയിങ് ഫീൽഡില്ലാത്ത ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് മുൻപുണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇന്ത്യൻ ജനത നിർഭയമായി വോട്ട് ചെയ്ത് ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു ഈ പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം എന്നുള്ളത് വളരെ അനുകൂലമായ കാര്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആശങ്കകൾ, നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും ഉണ്ടായിരുന്ന ആശങ്കകൾക്ക് ഇനി അടിസ്ഥാനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും സർക്കാരിൻ്റെ നിലപാടുകൾ മാറുമെന്ന് നമ്മൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരിക്കുന്ന സർക്കാരിന് ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടിയില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും അറിയാം. ജനങ്ങളെ അവരെ വീണ്ടും വിജയിപ്പിച്ചില്ല ഇന്ത്യ ഭരിക്കാൻ. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും പഴയ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറാനുള്ള ഒരു സാഹചര്യം മോഡി ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രാഥമികമായി കിട്ടുന്ന കാര്യങ്ങൾ. ഇപ്പോൾ രാജ്യത്തെ ബേണിംഗ് ഇഷ്യൂസ് ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. അവർ ചില പുറംമോടികൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കാർഷിക വ്യാപനങ്ങളുണ്ടായി. തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്ന കൃഷിക്കാരെ സംബന്ധിച്ച് അവർക്കൊരു പരിഹാരം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചില അനൗൺസ്മെൻ്റ് ഉണ്ടായി. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ നയപരമായ സമീപനം കഴിഞ്ഞ അതേ കാലത്തോട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നീറ്റ് പരീക്ഷയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ക്രമക്കേടുകൾ. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ചരിത്രം നിങ്ങൾ മാത്രം എടുത്ത് നോക്കിയാൽ സർക്കാർ നടത്തുന്ന പരീക്ഷകളുടെ വിശ്വാസ്യത പരിപൂർണമായി നഷ്ടപ്പെട്ടൊരു കാലമായിരുന്നത്. ചോദ്യപേപ്പർ ലീക്കേജ് നിത്യസംഭവമായി മാറാണ്. അത് വെറും നീറ്റ് പോലെയുള്ള എൻട്രൻസ് എക്സാമിനേഷനുകൾക്ക് മാത്രമല്ല, ജോലിക്ക് വേണ്ടിയിട്ടുള്ള അഭിമുഖങ്ങളിലും പബ്ലിക് സർവീസ് കമ്മീഷനുകൾ UPSC പോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന അതിൽ പോലും ആക്ഷേപങ്ങൾ നിരവധി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ പ്രശ്നമായി നമ്മുടെ രാജ്യത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പരീക്ഷകളുടെ വിശ്വാസ്യത നിലനിർത്താൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്, ഇപ്പോൾ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേട് നെറ്റ് പരീക്ഷ UGC നെറ്റിൻ്റെ പരീക്ഷയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ പരീക്ഷ ക്യാൻസൽ ചെയ്യാൻ അവർ തീരുമാനിച്ചു. ഇപ്പോൾ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അതിനുവേണ്ടി എടുക്കുന്ന നീറ്റ് പരീക്ഷയിലൊക്കെ വന്നിരിക്കുന്ന വെബിൽ 6 ലക്ഷം രൂപക്കൊക്കെ വിറ്റ കഥയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏറ്റവും സാങ്ക്ടിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ എത്രയോ 10,000-കണക്കിന് കുട്ടികൾ അവരുടെ രക്ഷകർത്താക്കൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് പാടുപെട്ട് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി പാസ്സാക്കാൻ നിൽക്കുമ്പോൾ കൈക്കൂലി കൊടുത്ത് 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ കൊടുത്ത് ചോദ്യപേപ്പർ സംഘടിപ്പിക്കുന്ന സ്ഥിതി. അതിന് മന്ത്രിയുടെ മറുപടി കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ 5 വർഷവും എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കൈകാര്യം ചെയ്ത ആളാണ്. ഇതിന് ധാർമ്മികമായ റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിൽ പൂർണ്ണമായി നിക്ഷിപ്തമാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വാർത്തയുണ്ട്, യോഗ തിരക്കായതുകൊണ്ട് യോഗയിൽ നിന്നും അദ്ദേഹം മാറി നിന്നിട്ടുണ്ടെന്നുള്ള ഒരു വാർത്ത കേട്ടു. എനിക്ക് സത്യത്തിൽ ചിരിയാണ് തോന്നിയത്. ഞാൻ HRDയുടെ ഹ്യൂമൻ റിസോഴ്സ് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മെമ്പറായിട്ട് വർക്ക് ചെയ്യുന്നൊരു പാർലമെൻറ്റ് മെമ്പറായിരുന്നു, രാജ്യസഭയിൽ ഉണ്ടായിരുന്നപ്പോൾ.
ആ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാൻ മിനിസ്റ്ററാണ്, എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്. എല്ലാ പാർലമെൻറ്റ് സമ്മേളനം കൂടുമ്പോഴും പാർലമെൻറ്റ് സമ്മേളനം ഇല്ലാത്തപ്പോഴും മിനിമം ഒരു വർഷം 7 പ്രാവശ്യം കൂടേണ്ട കമ്മിറ്റി 4 വർഷമായിട്ട് 20-22 4 പ്രാവശ്യം കൂടേണ്ട കമ്മിറ്റി കൂടിയത് ആകെ ഒരു തവണയാണ്. അദ്ദേഹം പറഞ്ഞ എക്സ്ക്യൂസ് എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം കൂടിയുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി പാർലമെൻറ്റിൻ്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി കൂടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കത്ത് കൊടുത്തപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് പറയാം, താങ്കൾ അറിയാമല്ലോ, താങ്കൾ രാഷ്ട്രീയ നേതാവാണല്ലോ, എനിക്ക് ഒരുപാട് ജോലി പാർട്ടി തന്നിട്ടുണ്ട്, അപ്പോൾ എനിക്കിങ്ങനെ വിളിക്കാനൊന്നും പറ്റുന്നില്ല. ഇന്ന് അദ്ദേഹം, ഞാൻ ഇത് പറയാൻ കാരണം ഇന്നത്തെ യോഗയ്ക്ക് വരാൻ പറ്റുന്നില്ല, ഒരുപാട് ജോലി തിരക്കുകളുണ്ട്, ഞാൻ യോഗയിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹം പറയുമ്പോൾ അതിൻ്റെ ഒരു ഇരട്ടത്താപ്പ്, അപഹാസ്യത വിളിച്ചതുകൊണ്ടാണ്. ഈ 5 വർഷക്കാലം ഇതുപോലെ ഒരു മനസ്സദ്ദേഹം കാണിച്ചിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. CCTV ക്യാമറകൾ വെക്കേണ്ടത് അതുണ്ടാകാറില്ല പരീക്ഷകൾക്ക്. ചോദ്യപേപ്പർ സ്റ്റോറേജ് ചെയ്യുന്ന പ്രദേശങ്ങളിൽ ആവശ്യമായ സുരക്ഷ ഉണ്ടാകാറുണ്ടായിരുന്നില്ല. ഇതൊക്കെ പലപ്പോഴായിട്ട് മാധ്യമങ്ങളിലൂടെ പരാതികളിലൂടെ രംഗത്ത് വന്നിട്ടും ഒരക്ഷരം ഒന്നും ചലിക്കാത്ത മന്ത്രി ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ എല്ലാം കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇതിന് ഞങ്ങൾ കണക്ക് പറഞ്ഞ് മന്ത്രിയെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും ലോക്സഭയ്ക്കകത്ത്. പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങാൻ പോവാണ്. ഈ ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം, അതിനകത്ത് സർക്കാരിൻ്റെ ഗുരുതരമായ വീഴ്ച, കൃത്യവിലോപം എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഇടനിലക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം ക്രമക്കേടുകൾ നടത്തിയവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അണിയറ നീക്കങ്ങൾക്ക് സർക്കാരിനോട് പങ്കുണ്ടോ എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്.